അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുസീരി റഹിമഹുള്ളയുടെ ബുർദയുടെ 6-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലാഹിബി ഫിൽ ഹവൽ മഅ്ദിറതൻ മിന്നി ഇലൈക വലൗ വൻസഫ്തലം തലുമി. യാ ലാഹിബി, എന്നെ ആക്ഷേപിക്കുന്നവനെ ഫിൽ ഹവ, പ്രണയത്തിൽ, അൽ ഉദ്രി, തീവ്രമായ പ്രണയം. ഉദ്രി എന്ന് പറഞ്ഞാൽ യമനിലെ ഒരു ഗോത്രം. അവര് വാക്തത്വം പാലിക്കുന്നവരും ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായി. ഒരിക്കലും മറ്റൊരാൾക്ക് ആ പ്രണയം ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ ഉദ്രി ഗോത്രക്കാരുടെ അതേ പ്രണയം അഥവാ തീവ്രമായ പ്രണയത്തിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുന്നവനെ മാജറത്തൻ, ഞാൻ താങ്കളിലേക്ക് പറയുന്ന ഒരു ക്ഷമാപണം നീ എന്നോടൊന്ന് സ്വീകരിക്കും. വലു അൻസപ്തലം തലുമി, വലു അൻസപ്ത, നീ നീതി പാലിക്കുന്നവനാണെങ്കിൽ ലം തലുമി, നീ എന്നെ ആക്ഷേപിക്കുമായി. കുറ്റം പറയുന്നവനോട് തന്റെ ആത്മാവിനോട് നീതി പാലിക്കണമെന്നാണ് കവിയുടെ പറയുന്നത്. എന്നിട്ട് പറയുന്നു, അനിൽ ഉശാതി വലാ ഹാലിയ, എന്റെ അവസ്ഥ നിനക്കും ചിന്താതമാകട്ടെ. കാരണം എന്റെ പ്രണയം ഏതെങ്കിലും ഒരു പ്രാണപ്രേയസിയോടുള്ള പ്രണയമല്ല. ഇത് പരിശുദ്ധമായ ഒരു പ്രണയമാണ്. ഇത് ആസ്വദിച്ചറിയേണ്ടതാണ്. എന്റെ ഇതേ അവസ്ഥ നിനക്ക് ചിന്താതമാകട്ടെ. എന്റെ രഹസ്യം അത് മറഞ്ഞു കിടക്കുന്നതല്ല. അനിൽ ഉഷാക്കി, ഏഷണിക്കാരനെ തൊട്ട് മറഞ്ഞു കിടക്കുന്നതല്ല. ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയാത്ത പ്രണയമാണ് എന്റെ പ്രണയം. വലാദാരി, എന്റെ രോഗം. വലാദാരി, എന്റെ രോഗമല്ല, അത് സുഖപ്പെടുന്ന രോഗമല്ല രോഗം എന്നത്രേ ബഹുമാനപ്പെട്ട ഇമാം ബുസീരി എന്നെ ആക്ഷേപിക്കുന്നവരോട് പറയാം. എന്നിട്ട് പറയും, നീ എന്നോട് ആത്മാർത്ഥത കാണിച്ചാൽ ഉപദേശത്തിന്റെ വിഷയത്തിൽ, അഥവാ നീ എന്നെ ആത്മാർത്ഥമായി ഉപദേശിച്ചു ഈ പ്രണയം ഒഴിവാക്കാൻ വേണ്ടി. ലാക്കിനെങ്കിലും ഞാൻ അതൊന്നും കേൾക്കുകയില്ല. ഇന്നൽ മുഹിബ, തീർച്ചയായിട്ടും ഒരു അനുരാഗി, അനുലിസാനി, പ്രണയിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളെ തൊട്ട് ഈ സമമി, അവര് ഭദ്രന്മാരായി. ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപങ്ങളൊന്നും യഥാർത്ഥ പ്രണയമുള്ള ആളുകൾ കേൾക്കാൻ തയ്യാറാവുകയും